അപ്പൊ ഒരാൾ അസാധാരണ താക്കത്ത് കാട്ടിയിട്ടായെങ്കിൽ അവനെന്തല്ല ഔലിയ അല്ല. ഔലിയ ചൊന്നെങ്കിൽ അതിരെ ക്വാളിറ്റി എന്തരെ ദീൻ അനുസരിച്ച് കിതാബും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തും ഫോളോ ആക്കി ജീവിക്കറവണൈത്തിക്കർ അള്ളാഹു ഔലിയ ചൊന്നെങ്കിൽ കൂറത്തങ്ങ മറിച്ച് പോയിട്ട് അയാൾ മറിച്ചതേ കറാമത്തല്ല ഇങ്ങനെ മൊൽച്ച വന്നുകൊണ്ട് ഓരോരു കറാമത്ത് അയാളുടെ വിഷയത്തിൽ മൊൽച്ച എന്തേ ഇങ്ങടെ വരുമാനം വേണു ഇവിടെ കറാമത്ത് ചൊന്നെങ്കിൽ ഇങ്ങക്ക് കാശ് കിട്ടേ കറാമത്ത് ചൊന്നെങ്കിൽ അവിടെ ആൾമാർക്ക് വേണ്ടേ ഇയാളുടെ ബെല്ല് ഇപ്പൊ CM മടൂരിന്റെ ബെല്ല് ആളാക്കി കറാമത്താക്കുക എന്തെങ്കിൽ അവിടെ അങ്ക് വരുമാനം വേണു. അതേപോലെ ഇപ്പൊ കൂറത്തങ്ങളുടെ ഇപ്പൊ ബിസിനസ് സ്റ്റാർട്ടിങ്ങിലുള്ളേ ഇനിയും അത് ഇനി യാറ ഇംപ്രൂവ് ആവണുണ്ടായെങ്കിൽ കൊറേ കറാമത്തല്ല ഇങ്ങനെ പ്രചാരാക്കണം. അപ്പൊ കറാമത്തല്ല പ്രചാരാകുമ്പോഴത്തേക്കു അയാൾ വലിയൊരു ഔലിയാണ്ട് കാണ്ട് പിന്നെ ആൾമാരെല്ലാം ഇവിടെ ബണ്ടാറ് ഇങ്ങനെ ഡബ്ബിക്ക് കാസുനറിയും ഇതേ ടിക്കർ ഇങ്ങനെ ഉദ്ദേശം ഇതല്ലാണ്ട് വേറെന്തു അല്ല. ഇല്ലെങ്കിൽ ഔലിയാക്കന്മാരെ ഇങ്ങനെ നോക്കുക ഇങ്ങനെ ഒരു സ്പീച്ചിൽ 90% ഔലിയാക്കന്മാരെ കറാമത്തും 10% കളക്ഷൻ ആക്കുക. ഇതല്ലാണ്ട് ഖുറാന്റെ ആയത്ത് ഓതിട്ട അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഓതിട്ട അല്ലെങ്കിൽ സഹാബിരങ്ങളെ മഹത്വ ചൊല്ലറതാ അതെന്തും ഇല്ല. സഹാബിരങ്ങൾക്ക് കറാമത്തില്ല ಅಂತ അല്ലെ സഹാബിരങ്ങൾക്ക് കറാമത്തില്ല ಅಂತ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമുക്ക് കാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിಗೆ രണ്ട് സഹാബിമാർ ദീന് പഠിച്ചിട്ട് ജാവുകു അങ്ങ് ഔത്തുകു റിട്ടേൺ പോകുമ്പോത്തുകു അങ്ങനെ തെർಲು ജണ്ട് ಬೆಲ್ಚೆ ಬಂತು അങ്ങ തെർಲು പോകുമ്പോൾ ചിമ്മೈತಿಂತ ಅಪ್ಪ അങ്ങ പോണ്ടെ തെർಲು ജണ്ട് ಬೆಲ್ಚೆ ಅಂಕ್ പോണ്ടെ തെർಲು ಬೆಲ್ಚೆ അങ്ങ ಜಂಡಲ್ಲಿ ಬೇರೆ ಬೇರೆ ಆಗುമ്പോത്തുകു ആ ಬೆಲ್ಚം ജണ്ട് ಬೇರೆ ಬೇರೆ ಇತ್ತು അങ്ങ ഔത്തുಗೆ ಎತ್ತುರತ್ತೋ ಅಂಕ್ ಬೆಲ್ಚೆ കിട്ടിട്ട് ഇത് സഹാബിരങ്ങളെ കറാമത്തല്ലേ. ഈ കറാമത്ത് ചൊല്ലുകണ്ട് ഏതേ ഒരു മുസ്ലിയാർ നാവ് തുറക്കറാണ് ഏതേ ഒരാള് അല്ലെ സഹാബിരങ്ങളെ കറാമത്താവട്ടു അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊന്നെ മുഅ്മിനായ ആൾമാരുടെ കറാമത്ത് ചൊല്ലുകണ്ട് അങ്ക് സാധ്യല്ല. അങ്ക് ചൊല്ലുകില്ല ಅಂದ್ರೆ ഒന്നാ CM മടവരുടെ കറാമത്ത് ഇല്ലെങ്കിൽ അങ്ങനെ റായത്ത് ചുറ്റുപാടിൽ ആരെയും ഒരാള് ഒരു മർച്ചിദിനെ അങ്ക് കബറാക്കുക ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ജാറാക്കുക ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അങ്ങനെ കറാമത്ത് ഇങ്ങനെ ചൊല്ലും ഇതല്ലാണ്ട് വേറെന്തു അല്ല. അപ്പൊ അത് കഴിത്ത് ഗൗരവമായിട്ട് മനസ്സിലാക്കും. നോക്കൊരു ഇമാം ഷാഫി ഇപ്പൊ ഇമാം ഷാഫിയുടെ പേര് കേൾക്കും എനിക്ക് പേടിയവറാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളമേ എത്ര ചൊന്നരല്ലേ ഇമാം ഷാഫിയെ മാത്രം പിൻപറ്റിയങ്ങമയോ ഇങ്ങ 90% സലഫി അവിടെ ഇമാം ഷാഫി റഹ്മത്തുള്ള എത്ര പൽക്ക് എനിക്ക് എതിരായിട്ട് ചൊന്നൊരു നോക്കൊരു യൂനിസ് ഇബ്നു അബി അല അസ്സദഫി അയാൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി മുട്ട ബണ്ടി കാനൽ ലൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു യഖൂൽ ഇദാ റഅയ്തുമുർ റജല യംശി അലൽ മാഇ ഫലാ തഗ്തറഹു ബിഹി അബുൽ യാല ഇയാൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി മുട്ട ബന്ത് ചൊൽറേ ഇമാം ലൈസ് ചൊന്നു ഉണ്ടു നിങ്ങ ഒരാൾ തന്നിര മേൽ കണ്ടു നടക്കരുത് കണ്ടെങ്കിൽ തന്നിര മേൽ ഒരാൾ ഇങ്ങനെ നടക്കരുത് കണ്ടെങ്കിൽ നിങ്ങൾ വഞ്ചനലാവണ്ട അങ്ങ അള്ളാഹു ഔലിയാണ്ട് നിങ്ങൾ ചൊല്ലണ്ട ഹത്താ തഅരിദു അംറഹു അലൽ കിതാബി വസ്സുന്ന അവനു കിതാബിലും അള്ളാഹുടെ ഖുർആനിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലും ഗട്ടി ഉള്ളാണ അതിരെ ഫോളോ ആക്കിയ ഉള്ളാണ ചൊന്തു നോക്കുറോട് തോലു ഒരാൾ തന്നിര മേൽ നടന്നെങ്കും നിങ്ങൾ അവന്റെ ഔലിയാണ്ട് ചൊല്ലണ്ട. ഇത് ആര് ചൊല്ല അബുൽ യാല ഇമാം ഷാഫി റൊട്ടിಗೆ ಬಂತು ഇമാം ലൈസ് ഇങ്ങനെ ചൊന്നുകൊണ്ടു. അപ്പൊ ഇമാം ഷാഫി ചൊല്ലറേ എന്തേ ലൈസു ഇമാം ലൈസു ചൊന്നത് തെൽ കുറഞ്ഞു പോയിട്ട് ഇമാം ലൈസു ചൊല്ലത് അത് തെൽ കുറഞ്ഞു പോയിട്ട് നാ ചൊല്ലറേ ബൽ ഇദാ റഅയ്തുമുർ റജല യംശി അലൽ മാഇ വയതീറു ഫിൽ ഹവാഇ ഫലാ തഗ്തറ ബിഹി ഹത്താ തഅരിദ അംറ അലൽ കിതാബി വസ്സുന്ന. അതെ ഇമാം ലൈസ് ചൊന്നത്തിൽ കുറഞ്ഞു പോയിട്ട് നാ ചൊല്ലറേ ഒരാള് തന്നിര മേലിങ്ങനെ നടന്നു പോയെങ്കും ആകാശത്തിൽ പാറിയ പോയെങ്കും നിങ്ങൾ അവന്റെ മേൽ വഞ്ചനൽ പോലണ്ട. അവന് ഖുർആനും സുന്നത്തും ഗട്ടിപ്പിടിக்கிறോടത്തോളം അവൻ ഖുർആനും സുന്നത്ത് അനുസരിച്ച് ജീവിக்கிறവനാ ചൊന്തു നിങ്ങൾ നോക്കുറോടത്തോളും അവൻ എത്ര വലിയ അസാധാരണ കാട്ടിയെങ്കും നിങ്ങൾ അവന്റെ ഔലിയാണ്ട് ചൊല്ലോ പോകണ്ടാണ്ട് തിക്കറി ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ഞങ്ങൾക്ക് പടിപ്പാട്ടി തണ്ട് നോക്കൂ. ഇമാം ലൈസ് കാലി തന്നിര മേൽ ചൊന്നു ഇമാം ഷാഫി ಅದಕ್ಕೆ എന്നൊന്നു കൂട്ടിയിട്ട് എന്തിരെ തന്നിര മേൽ നടന്നെങ്കും ആകാശത്തിൽ പാറിയ പോയിട്ടായെങ്കും നിങ്ങൾ എന്താക്കണ്ട അവന്റെ ഔലിയാണ്ട് ചൊല്ലണ്ട. അപ്പൊ ഇതേ ടിക്കറി ഇമാം ഷാഫിഈ റഹ്മഹുല്ലാ ഞങ്ങൾക്ക് പടിപ്പാട്ടി തന്നെ. ഒരാൾ വലിയാവുന്നുണ്ടായെങ്കിൽ ಅದರ അടിസ്ഥാന എന്തിരെ ഖുർആനും സുന്നത്തിനെ ഗട്ടിപ്പിടിക്കണോ ചൊല്ലതേ ടിക്കറി. ഈ ക്വാളിറ്റി വെച്ച് നോക്കിയെങ്കിൽ സമസ്തരെ 90% ഔലിയാക്കന്മാർ ഫ്യൂസ് കട്ടാവും അല്ലേ. അപ്പൊ അതിനായിട്ട് മുസ്ലിയാക്കന്മാർ അങ്ങ ചൊല്ലற ഔലിയാക്കന്മാരെ ക്വാളിറ്റി എന്തിരെ മിനിമം ക്വാളിറ്റി തക്കു ഇക്കോത്തീറ അല്ലേ. പിന്നെ അതിലാണ്ട് അപ്പുറത്ത് ഇതെല്ലാം ഇക്കറ് നിസ്കാരം ഇല്ല നോമ്പ് പിടിക്കോ തീറ അതേപോലെ നോമ്പ് സുബയിലെ ചായ കുടിക്കണം ഇതെല്ലാം ഇന്നത്തെ
ഞങ്ങളെ റായത്തെ ഔലിയാക്കന്മാരെ പരിചയാക്കരെ ഈ മുസ്ലിയാക്കന്മാർ പരിചയാക്കരങ്ങളെ ഔലിയാക്കന്മാരെ ക്വാളിറ്റി എത്തിക്കർ കുലിക്കോകില്ല അതേപോലെ ഡ്രസ്സ് കൽകോയില്ല പിറാന്തര വലിക്കും ജതുബുര ഹാൽക്ക് പോണ്ട് ഒലങ്ങ അവ അങ്ങനെ പിറാന്തര വലിന്നെങ്കിൽ അവൻ ഔലിയ അല്ലെ ലോകത്തുള്ള ഇങ്ങനെ ഔലിയാക്കന്മാരെ കാണും എല്ലാ ഹോസ്പിറ്റലും ഇപ്പൊ ഞങ്ങൾക്ക് ഈ പിറാന്തന്മാരെ കാണുമ്പോൾ പേടി എന്തിരെ അങ്ങ് അടിക്கிறாറ് അങ്ങ് ഇതാക്കുறாரு ഉപദ്രാക്കുறாரு ಅಂತಲ್ಲ നാളെ ഈ സഖാഫിമാർ അങ്ങനെ നാളെ ഔലിയാക്കന്മാരാക്കുறாರಂತ പേടി അങ്ങനത്തെ ഒരു അവസ്ഥ ഇട്ടിക്കിற ഞങ്ങളെ റായത്ത് ഔലിയാക്കന്മാരെ പരിചയാക്കിതണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്ന ഖുർആന്റെ ഔലിയാക്കന്മാരുടെ വിശേഷണം എന്തിരെ അങ്ങ് ഈമാൻ ഉള്ളങ്ങും തഖ്വ ഉള്ളങ്ങ ഇത്തിക്கிறாറ് അതേ ഇത്തിക്கிறா അങ്ങനെ ക്വാളിറ്റി നിസ്കാര ബുടാത്തങ്ങ നോമ്പ് ബുടാത്തങ്ങ അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നതായി എല്ലാ കാര്യം നിർവഹിക്കറങ്ങ അതേ ഇത്തിക്கிறா ഔലിയാക്ക ഓച്ചിറ ഉപ്പാപ്പർ വിഷയം അയാളുടെ വലിയ ഔലിയാക്കിയാറ് ലാസ്റ്റ് മറിച്ചു പോകുമ്പോഴത്തേക്ക് എത്തിക്കറ് പിന്നെ അയാൾ സുന്നത്തെ ആക്കിയിട്ടില്ല അയാൾ കാഫിറിന്റെ എത്തിക്കറ് അവിടെ റായത്തങ്ങ ചൊല്ലറ് അപ്പൊ അങ്ങനത്തെ ആൾമാരെല്ലാം ഔലിയാക്കി വെച്ചിട്ട് എത്തിക്കറ് ഇങ്ങ കാസാക്കറ് അപ്പൊ ഇതെല്ലാം ഇസ്ലാം ചൊല്ലறது ഗൗരവമായിട്ട് മനസ്സിലാക്കണു ഗൗരവമായിട്ട് അറിയണു ഞങ്ങ